വികൃതി പിടികൂടി ശ്രീകാന്തും സംഘവും. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, വിക്രത്തിന് പിടിവീഴുന്നൊരു കാഴ്ചയാണ് നമുക്ക് പവിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതിലേക്ക് നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോബി തന്നെയാണ്. ജോബിയാണ് വിക്രവും വേദയും അനിയൻകുട്ടനും എവിടെയാണ് എന്നുള്ള ആ വലിയ സത്യം, ആ വലിയ രഹസ്യം ആരോട് പറയുന്നത്? നമ്മുടെ ശ്രീകാന്തിനോടും അമ്മായി അച്ഛനോടും പറയുന്നത്. ഇതേ സമയം അവർ പിടികൂടാനായിട്ട് വരുന്നു. ആദ്യ ശ്രമം അവർ നല്ല രീതിയിൽ പരാജയപ്പെടുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ ശ്രമത്തിൽ അവർക്ക് ഒരു പാളിച്ചയും പറ്റുന്നില്ല എന്ന് കാണാം. വിക്രമാണെങ്കിൽ നമ്മുടെ ഗീവർഗീസ് ചേട്ടൻ്റെ വീട്ടിൽ അഭയം പ്രാപിക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്നെല്ലാം അവർ ആ വീടിന് വട്ടം വളഞ്ഞതിന് ശേഷം വിക്രത്തെ ഓടിച്ച് ഇറക്കുന്നൊരു കാഴ്ച. ഒടുവിൽ തോക്ക് ചൂണ്ടി വിക്രത്തെ തോക്കിൻ്റെ മുനയിൽ നിർത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. വിക്രത്തിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഒടുവിൽ വേദയെയും അനിയൻകുട്ടനെയും ഒക്കെ തോക്കിൻ്റെ മുൻപിൽ നിർത്തിക്കൊണ്ട് അങ്ങനെ അവരെ തല്ലിക്കൊല്ലാനായിട്ട്, വേദയെയും വിക്രത്തെയും അനിയൻകുട്ടനെയും ഇല്ലാതാക്കാനായിട്ട് മലമുകളിലേക്ക് പോകുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, പിന്നീട് സംഭവിക്കുന്നത് വലിയ വലിയ സംഭവ വികാസങ്ങൾ തന്നെയാണ്. വേദ ശ്രീകാന്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്നതും കൂടാതെ തന്നെയാണെങ്കിൽ ശ്രീകാന്താണെങ്കിൽ വേദയുടെ മുഖത്ത് തല്ലുന്നൊരു കാഴ്ചയും വിക്രം ദേഷ്യപ്പെടുന്നൊരു കാഴ്ചയും കാണാൻ സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ.